കിനാബലു നാഷണൽ പാർക്കിലാണ്. ദിസ് ഈസ് എ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ. വിസിറ്റേഴ്സ് സെൻറ്ററിലേക്ക് പോകാൻ വിളിച്ചോ ടിക്കറ്റ് എടുക്കാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സം സിലി ഷെയറിങ്സ്. നമ്മളിപ്പോൾ കിനാബലു നിന്ന് കുന്തസാങ്ങിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ നമുക്കറിയാം ഇവിടെ ഒരു കിനാബലു നാഷണൽ പാർക്ക് ഉണ്ടെന്ന്. നമ്മൾ അവിടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി. ആൻഡ് ആസ് ഫാർ ആസ് ഐ നോ ഇതൊരു മൗണ്ട് കിനാബലുവിൻ്റെ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായുള്ളൂ. ബട്ട് ദിസ് ഈസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആൻഡ് യു ഗെറ്റ് ടു ട്രക്ക്. ഓക്കെ, കുറേ ട്രക്കിംഗ് സ്പോട്ട്സ് ഉണ്ട്. അങ്ങനെ ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് കുറേ വ്യൂ പോയിൻറ്റ്സ് വെ യു ക്യാൻ സീ മൗണ്ട് കിനാബലു, ദ മെജസ്റ്റിക് മൗണ്ട് കിനാബലുവിൻ്റെ വേറെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ബട്ട് ഫോർ അവിടേക്കൊക്കെ എത്തണമെങ്കിൽ യു നീഡ് ടു ട്രക്ക്. ഗൈസ്, നല്ല തണുപ്പ്, നല്ല ഫോറസ്റ്റി സൗണ്ട്സ്, സോ ഗ്രീൻ, സോ ഗുഡ്, സോ നൈസ്. ഗൈസ്, ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ആക്ച്വലി ഇങ്ങോട്ടേക്ക് വണ്ടി എടുക്കായിരുന്നു, നമ്മൾ നടന്നു വന്നു. സോ ബ്രിജു ആൻഡ് ഷൈജോട്ടൻ ഗോൺ ടു ടേക്ക് ദ വെഹിക്കിൾ. വി ആർ വെയിറ്റിംഗ് ടു സീ വാട്ട് ഇസ് ദെയർ ഇൻ ദിസ് പാർക്ക്, ദ വ്യൂ പോയിന്റ്സ് ആൻഡ് ഓൾ. ഈ പാർക്കിലേക്ക് കയറാൻ വേണ്ടി എൻട്രി ഫീസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് 50 ringgits per person ഫോർ ഫോറിൻ നാഷണൽസ്. സിൻസ് വി ആർ നോട്ട് മലേഷ്യൻസ്, നമ്മൾ ബ്രൂണൈൻസ് ആയതുകൊണ്ട്, ഐ മീൻ ഇവർക്ക് നോക്കുമ്പോൾ നമ്മൾ വി ആർ ഫ്രം ബ്രൂണൈ ആൻഡ് നമ്മൾ ഫോറിൻ നാഷണൽസ് ആയതുകൊണ്ട് പെർ പേഴ്സൺ 50 ringgits വെച്ചിട്ടാണ് അവർ വാങ്ങിയത്. സോ അറൗണ്ട് 200 ringgits നമ്മളിവിടെ പേ ചെയ്തിട്ടുണ്ടായിരുന്നു എൻട്രിക്ക് വേണ്ടി. അറൗണ്ട് ഈ ഒരു സ്പോട്ടിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഫുള്ള് നടന്ന് കാണാൻ പറ്റാത്തൊരു അത്രയും അകത്തേക്ക് പോകാനുണ്ടെന്നും. കുറേ വാഹനങ്ങളൊക്കെ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ കണ്ടത്, കുറേ വണ്ടികളൊക്കെ അകത്തേക്ക് വരുന്നത്. സോ നമ്മളും നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയി വീണ്ടും വണ്ടി എടുത്തിട്ടൊക്കെയാണ് അകത്തേക്ക് വന്നത്. ബ്രിജു ആൻഡ് ഷൈജോട്ടൻ വെന്റ് ബാക്ക് ആൻഡ് ടുക്ക് ദ വെഹിക്കിൾ ആൻഡ് കെയിം ഇൻസൈഡ് അഗെയിൻ. കാരണം ഇത് കുറേ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് എന്തെങ്കിലും സ്പോട്സിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ വീണ്ടും പോകാമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഡെൻസ് എന്താ പറയുക, കുറേ ട്രീസൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ ഇത്രയും നേരം നല്ല ചൂടായിരുന്നു. ഓൾസോ ആ ഒരു ഉച്ചയായിട്ടില്ല, ഉച്ചയാകുന്ന ആ ഒരു ടൈമും നല്ല സൺലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ചൂടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എത്തിയപ്പോൾ നല്ല തണുപ്പായി, നല്ല ഒരു ചിൽ കോൾഡായിട്ട് തോന്നി. ആൻഡ് ഇറ്റ് വാസ് സോ ഗ്രീൻ ആൻഡ് സോ ഫോറസ്റ്റി സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട്. നടക്കുകയാണെങ്കിൽ കുറച്ചധികം നടക്കേണ്ട വന്നേനെ. ആൻഡ് റെസ്റ്റോറൻറ്റ്സും ഹോം സ്റ്റേസ് പോലെ കുട്ടി കുട്ടി വില്ലാസും കുറേ ഗാർഡനിങ് പണികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. കുറേ ഫ്ലവറിങ് പ്ലാന്റ്സും കുഞ്ഞു കുഞ്ഞു ഹട്ട്സൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. ചെറുതാണ് 598 മീറ്റർ. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. എൻട്രി ടിക്കറ്റ് കിട്ടിയ സ്ഥലത്ത് നിന്ന് നമുക്കൊരു മാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ മാപ്പ് കിട്ടിയപ്പോൾ നമുക്ക് വേറൊരു റിയലൈസേഷൻ വന്നു that whatever view you were supposed to see here in this park, you need to do a trek first. Yes, make sense അല്ലേ? നമ്മൾ അങ്ങനെയല്ല വിചാരിച്ചത്. നമ്മൾ വിചാരിച്ചു നാഷണൽ പാർക്കിലേക്ക് വരുന്നു, നമ്മൾ മൗണ്ട് കിനാബലുവിൻ്റെ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ കാണുന്നു, തിരിച്ചു പോകുന്നു, അത്ര വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അങ്ങനെ ആയിരുന്നില്ല. whatever view it is there, you need to do a trek, get into that viewpoint, hike till the viewpoint and then see the view, the mountains or whatever view it's there, and then come back. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം ഉണ്ടായത്. ആൻഡ് I was
നോട്ട് എക്സ്പെക്ടിങ്, നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു ടു ഡു എ ട്രെക്കിംഗ് ടുഡേ. എസ്പെഷ്യലി മീ, ഐ വാസ് ഡ്രസ്ഡ്, ഞാനൊരു ഡ്രസ്സൊക്കെയാണ് ഇട്ടത്, അതുകൊണ്ട് തന്നെ ഷൂസ് വരെ ഇട്ടിട്ടുണ്ടായിട്ടില്ല. അതർവൈസ് അറ്റ്ലീസ്റ്റ് ഒരു ഷൂ എങ്കിലും ഇട്ടിട്ടാണ് പോവാറ്. ബട്ട് ടുഡേ വി വർ നോട്ട് അറ്റ് ഓൾ എക്സ്പെക്ടിങ് എ ട്രെക്ക് ഓർ എ ഹൈക്കിങ്. അതുകൊണ്ട് ഐ വാസ് നോട്ട് ഇൻ എ ട്രെക്കിംഗ് ഗിയർ ഓർ എനിത്തിങ്. പക്ഷേ നമ്മളിവിടെ വരെ വന്നതുകൊണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ പോകാൻ ഉള്ളതുകൊണ്ടും നമ്മൾ എൻട്രി ഫീസ് കൊടുത്ത് കയറിയതല്ലേ. അപ്പോൾ നമ്മളൊരു കുട്ടി ട്രെക്ക്, ലോട്ട് ഓഫ് ട്രെക്കിംഗ് സ്പോട്ട്സ് ഉണ്ട്, ഷോർട്ട് ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസ്, കുറേ സ്പോട്ട്സ് ഉണ്ട്. യു ഗെറ്റ് ടു വ്യൂ വാട്ട് എവർ സൈഡ്സ് ഓഫ് കിനാബ്ലു, ദ ഡിഫറെൻറ്റ് ആംഗിൾസ് ആൻഡ് ഓൾ. അതിൽ നിന്ന് നമുക്കിങ്ങനെ ചൂസ് ചെയ്യാം ഏത് ട്രെക്കിങ്ങിന് പോകണം എന്ന്. ദർ ഈസ് എ ബൊട്ടാനിക്കൽ ഗാർഡൻ ഹിയർ. ഒരു ചെറിയ സ്ട്രീം പോലെയൊക്കെ ഉണ്ട്. ഇറ്റ്സ് ടിപ്പിക്കലി എ ഫോറസ്റ്റ് പോലെയൊക്കെ തോന്നിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ ഫോറസ്റ്റ് ഉള്ളിലേക്ക് പോയാൽ ഒരു ഡെൻസ് ഫോറസ്റ്റ് പോലെ തന്നെയാണ് അകത്തേക്ക്. അങ്ങനത്തെ കുറേ സ്പോട്ട്സ് ഉണ്ട്. സോ വി ക്യാൻ ചൂസ് വേ യു വോണ ഗോ, യു വോണ ഡു ദ ട്രെക്ക്. ഇങ്ങനെ ഷോർട്ടാണോ, നല്ല ക്ലൈംബ് ചെയ്യുന്നതും ഡിഫറെൻറ്റ് ടെറൈൻസിലുള്ള ട്രെക്കിംഗ് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വി തോട്ട് ഓഫ് ഡൂയിങ് എ സ്മോൾ ട്രെക്ക്. ഷൂ ഒക്കെ നമ്മൾ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ലഗേജ് കൂടെ തന്നെ ഉള്ളതുകൊണ്ട്, അതിൽ ഷൂ ഒക്കെ ഉള്ളതുകൊണ്ട് വി തോട്ട് ഓഫ് ചേഞ്ചിങ് ആർ ഷൂസ് ആൻഡ് നമ്മളൊരു കുട്ടി ട്രക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒരു സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇവിടെ ട്രക്കിങ്ങിന് വരും ആൾക്കാർ ആൻഡ് ഭയങ്കര ടയേർഡൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരൊന്നും ഇന്ന് തന്നെ തിരിച്ചു പോകില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് നെക്സ്റ്റ് ഡേ ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറേ ഹോം സ്റ്റേസ്, അങ്ങനത്തെ ഒരു കുറേ വില്ലാസും റെസ്റ്റോറൻറ്റ്സും കുറേ കഫേസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഒരു 2 റൗണ്ട് അടിച്ച് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല സീനിക്കായിരുന്നു ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഏരിയ ഫുൾ ഗാർഡനിങ് ഒക്കെ ചെയ്ത് ലോട്ട് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്, ലിവി പ്ലാന്റ്സ് ഒക്കെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തി. ആൻഡ് വി സ്റ്റാർട്ടഡ് ടു ട്രെക്ക് ആക്ച്വലി. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഇവിടുന്ന് കുറേ അധികം ബ്യൂട്ടിഫുൾ ക്യാപ്ചേഴ്സ് കിട്ടും. ബിക്കോസ് ഇറ്റ് വാസ് സോ ഗുഡ്. നമ്മൾ നോർമലി അറൗണ്ട് അസ് കാണുന്ന പോലത്തെ ഫ്ലവേഴ്സ് ഒന്നുമല്ല, ഒരുമാതിരി എന്താ പറയുക പ്രത്യേക ഭംഗിയുള്ള ഫ്ലവേഴ്സും എവ്രിതിങ്, എവ്രി ഫ്രെയിം വാസ് ബ്യൂട്ടിഫുൾ. Excited. Only thing is I'm not comfortable in my clothes. ഭയങ്കര ക്ഷീണിച്ച് ഞാനിവിടെ ഉണ്ട്, ബിജു അവിടെ ഉണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മളൊരു ട്രക്കിങ്ങിന് വന്നതല്ല, പക്ഷേ ഇവിടെ ട്രക്കിങ് സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് വി തോട്ട് ഓഫ് ജസ്റ്റ് ക്ലൈംബിങ് പോവാം. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ്, അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഈ ചേച്ചിയും ഷൈജുവേട്ടനും അവിടെ കയറി നിൽക്കുന്നുണ്ട്. താഴെ ഒരു ഫസ്റ്റ് എയ്ഡ് മാത്രമേ ഉള്ളൂ. Burum trail is this one. Da Tupai trail. തിരിച്ചാണോ? ഇതാ അവിടെ എന്തൊരു ബിൽഡിംഗ് ഉണ്ട്. തിരിച്ചു പോകണ്ട, നേരെ നടന്നോ. തിരിച്ചു പോകണ്ട. എല്ലാ ചാൻസും ഉണ്ട്.
അട്ടയോ? എവിടെ? ആ ഇത് മറ്റേത്. ഇതെന്താ? വേഗം വന്നൊരു സാധനം കാണാം. അപ്പോ മൈ ഗുഡ്നെസ്, നമ്മള് കണ്ട തവളയല്ലോ. ഇവിടെയൊക്കെ ഫേൺസ്, എന്തെല്ലോ കൈൻഡ്സ് ഓഫ് ഫേൺസ്. ക്യാരറ്റ് അല്ല അത്, അട്ടുണ്ട്. ഞാൻ മാത്രം ഇവിടെ, ഞാനും ബ്രിജോവും ഷോർട്സിലാ. നല്ല മറ്റേ മാജിക് മഷ്റൂമിന്റെ ആയിരിക്കും. ഭയങ്കര നല്ല ഡെൻസ് ഫോറസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ദാറ്റ് മഡ് ആൻഡ് ക്ലേ ആൻഡ് ഫുള്ള് ഇലകൾ വീട്ടിലെ ട്രയലാണ്, സിമെൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, ആ ഒരു മരങ്ങളുടെ വേരുകളും ആ മണ്ണിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. സ്കേറി. You have to be very careful. ഈ ട്രയലിൽ നടന്ന് മുന്നോട്ടേക്ക് പോകുന്തോറും മുന്നോട്ട് പോകുന്തോറും നമുക്ക് നല്ല ബേർഡ് ചോപ്പിങ്സും ക്രിക്കറ്റ്സിൻ്റെ സൗണ്ട്സും നല്ല ഇങ്ങനെ ഡെൻസ് ഫോറസ്റ്റിൻ്റെ ആ ഒരു ഒച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു മ്യൂട്ട് ആർ BGM ഫോർ എ വൈൽ. ഇതിലെ നടക്കുമോ? ഓക്കെ, അട്ടകളൊക്കെ ഉണ്ട്. സോ ഓൾസോ ഐ ഹാവ് വോൺ എ ഡ്രസ്. അതുകൊണ്ട് എത്ര അട്ടകൾ കടിച്ചിട്ടുണ്ടെന്നൊക്കെ അവിടെ എത്തിയാൽ അറിയാം. ഹോപ്പ് നത്തിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻസ്. എനിക്ക് ഫോറസ്റ്റിന്റെ ഒച്ച കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വിട്ടു നടക്കുന്നത്. അങ്ങനെയല്ല. എന്താ വാട്ട്? Guys, my shoe is so white. ഞാൻ അവിടെ എത്തിയിട്ട് എങ്ങനെയാവുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനിയും 130 meters സംതിങ് ഇസ് ദേ. എവിടെ എത്തുമെന്ന് അറിയില്ല. വാട്ടർഫോൾസും കുറച്ച് എത്തുന്നുണ്ട്. There's no one here apart from us four. മഴ പെയ്തിട്ടുണ്ട് ആൻഡ് ചെളിയാണ് എവിടെയൊക്കെ. We have to walk carefully, very carefully. These are all free routes. ഇതൊക്കെ ഇങ്ങനെ പോകുന്ന വഴിയിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുവാണ്. You'll hurt yourself if you're not careful. Because ഇങ്ങനെ പോക്ക് ചെയ്ത് നിൽക്കുന്ന ഫ്രീ റൂട്ട്സ് ആണ് ഇത് ഫുള്ള്. You'll have to be very, very, very careful. This is the terrain, guys.
ഫുഡ് സ്റ്റെപ്സ് വെക്കുന്നത് കെയർഫുള്ളായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ട്വിസ്റ്റ് അവർ ആങ്കിൾ ഓർ sprain our leg. It's so adventurous, right? We were not prepared for a trekking actually. That's why I'm dressed like this. But ഇവിടെ ഈ ഒരു ട്രെക്കിംഗ് ഒക്കെയാണ് മെയിൻ, അല്ലെങ്കിൽ ഇതാണ് ഇവിടുത്തെ മേജർ തിങ്. ഇങ്ങനൊരു അൺടച്ച്ഡ് ട്രയലൊന്നും ഇല്ലാത്ത, സിമെൻറ്റ് ട്രയൽസ് ഒന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ട്രെക്കിംഗ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ we couldn't resist actually. That's why we came all the way here. ഈ ഫോറസ്റ്റിൻ്റെ സൗണ്ടില്ലേ, ഓക്കെ. ഇവിടെ 2 സ്പ്ലിറ്റപ്പ് ഉണ്ട്. ഒന്ന് ഈ വഴിയും ഉണ്ട് അഗൈൻ, ആൻഡ് ഈ വഴിയുണ്ട്. ഏതിലെ പോകണമെന്ന് അവർ വന്നിട്ട് നമുക്ക് ചോദിച്ചിട്ട് പോകും. വരാതെ ഇങ്ങോട്ടാ കൊണ്ടുവന്ന് അറിയില്ല. ഇങ്ങോട്ട് താഴേക്കാണ് വെള്ളച്ചാട്ടത്തിൻ്റെ കൊച്ച കേൾക്കുന്നത്. കാരണം ഇങ്ങോട്ടേക്ക് വേറെ റോഡുണ്ട്. റോഡെന്നൊന്നും പറയാൻ പറ്റില്ല, അറിയുന്നില്ല. ഇങ്ങോട്ട് പോകാം. ഏത് വേണ്ട വേണ്ട, നോക്കി നടക്കണം. വീഡിയോ ഉണ്ടെന്ന് ഷൈജ അവിടെ നിന്നെന്തോ പൂജ ചെയ്യുന്നുണ്ട്, തലയിൽ ഒഴിയുന്നുണ്ട്. അങ്ങനെ നടന്ന് വി റീച്ച്ഡ് എ പോയിന്റ് വേർ വി കുഡ് സീ എ ബ്യൂട്ടിഫുൾ സ്ട്രീം ആൻഡ് ഇറ്റ് വാസ് എ പോയിന്റ് വേർ വി കുഡ് നമുക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ നമുക്ക് ട്രയൽ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് വി 4 were not mentally prepared for a trekking, and otherwise we should be prepared to get soiled with the sweat, with the dirt and also full day അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം. പക്ഷെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് വി തോട്ട് ഓഫ് stopping it here and returning after we saw this beautiful scene, the stream. Everyone is so loud. I just want a little bit of peace and quiet. Keep it quiet. Give me a sense of direction. Give me some time for introspection. 'Cause I need to keep on going. I need to keep on going. I need to be a forward thinker. Don't give me what I want.
some time for introspection. Give me a sense of direction. Give me a sense of direction. Give me a sense, give me a sense, give me a sense of forward motion. We need to keep on going. We need to keep on going. We need to be forward thinkers. Everyone is so